അമ്മ ഇന്ന് ഞാൻ വീഡിയോയിൽ കാണും അടിപൊളി കുനാഫ എങ്ങനെ ഉണ്ടാക്കുന്നത്. അമ്മ ഉണ്ടാക്കി തരാം, കുനാഫ ഉണ്ടാക്കി തരാൻ പറ്റും ഉമ്മക്ക്? അതിനിപ്പോ എന്താ, പക്ഷെ കുനാഫ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. എന്നാലും നീ ചോദിച്ചതല്ലേ, ഞാൻ നിനക്ക് നല്ല അടിപൊളി കുനാഫ ഉണ്ടാക്കി തരാം ബ്രെഡ് കൊണ്ട്. ബ്രെഡ് കൊണ്ടോ? അപ്പൊ കുനാഫ മറ്റേ നമ്മളെ ശരിക്കുള്ള കുനാഫയുടെ ടേസ്റ്റ് നല്ല സൂപ്പർ ആയിട്ട് ടേസ്റ്റ് ഉണ്ടാവും. അതിനി എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. ഓക്കെ. ആദ്യം നമുക്ക് കുനാഫയുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കാം. അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല, അതിലേക്ക് ഒരു ചീൻചട്ടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൽ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കാം. പാൽപ്പൊടിയും കോൺഫ്ലവർ പൊടിയും ഒക്കെ നന്നായിട്ടൊന്ന് കലങ്ങി വരട്ടെ. എടമോനെ, നീയും വന്നൊന്ന് കലക്ക്. അതെ, ഞാൻ ക്യാമറമാനാണ് കേട്ടോ. പിന്നെ ക്യാമറമാനൊന്നും തിന്നാനും പാടില്ല, കുടിക്കാനും പാടില്ലെന്നുണ്ടാ, ഒന്നും ഉണ്ടാക്കാൻ പാടില്ലെന്നുണ്ടാ? അല്ല, ഇതിപ്പോ കലക്കിയില്ലെങ്കിൽ എന്താ പ്രശ്നം? കലക്കിയില്ലെങ്കിൽ കട്ട കുത്തി കിടക്കും. ഇതിന് പൊടിച്ച പഞ്ചസാര കേട്ടോ നല്ല, എന്നാ വേഗം കലങ്ങും. നീ ഇപ്പൊ പെട്ടെന്ന് ഇതാ പറയുമ്പോഴത്തേക്ക് വന്ന് ചോദിച്ചാ ഞാനെങ്ങനെ പൊടിക്കാൻ നിൽക്കുക? വേഗം ഉണ്ടാക്കി തരല്ലേ ചെയ്യാ. അപ്പൊ ഞാനാണ് അപ്പോഴത്തേക്ക് നിന്റെ മറ്റേ ഇത് മാറിയാലോ. ഇത് കണ്ടില്ലേ മക്കളെ, നന്നായിട്ട് കലങ്ങി വന്നിട്ടുണ്ട്, കട്ടകളൊന്നുമില്ല, കണ്ടില്ലേ? ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇത് ചെറിയ തീയിൽ വേണം ഇളക്കിയെടുക്കാൻ കേട്ടോ മക്കളെ. നമുക്ക് ഇനി തീ വെച്ചിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവും, നമുക്ക് പാകത്തിനുള്ള ക്രീമായി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ചെറിയ തീ വെക്കാൻ പറഞ്ഞത്. ഇനി കൈ വിടാതെ ഇളക്കി കൊണ്ടിരുന്നോ, കട്ടിയിലൊന്ന് കുറുകി വരട്ടെ. ഇങ്ങനെ ഈ ഒരു കുറുക്കത്തിൽ കുറുക്കിയെടുക്കണം, കണ്ടില്ലേ? ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇതെവിടെ ഇരിക്കട്ടെ. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കട്ടയാവും കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പഞ്ചസാര പാനി ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടി നമുക്കൊരു പാത്രത്തിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ മുറി നാരങ്ങയും കൂടി ഇതിൽ പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങയുടെ കുരുപെടാനും പാടില്ല, കൂടാനും പാടില്ല. കൂടിയ നാരങ്ങയുടെ ചുവ വരുള്ളൂ. ഇനി ഇതിൽ നമുക്ക് ഒരു 4 ഏലക്ക ചതച്ചതിട്ട് കൊടുക്കാം. പഞ്ചസാര അലിഞ്ഞു വന്നാൽ മാത്രം മതി കേട്ടോ, നൂല് പരുവൊന്നും ആവണ്ട. ഒന്ന് പിടിച്ചോ, അല്ലെങ്കിൽ താഴത്ത് ചാടും. ഞാൻ പണ്ട് കടലക്കച്ചവടം ചെയ്യാൻ പോയി. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ കടലക്കച്ചവടം ചെയ്തു വന്ന് അരിയൊക്കെ വാങ്ങിക്കൊണ്ടുവരും. ഞാനേ മറ്റെന്താ ചില ദിവസം ഇങ്ങനെ ഷെയ്ക്ക് കുടിക്കാൻ പൂതിയാവും കേട്ടോ. ഷാർജ ഷെയ്ക്ക് അന്നത്തെ മെയിനായിരുന്നു, അത് കുടിക്കാൻ പൂതിയാവും. അപ്പോൾ ആകെ എത്ര കിട്ടുക? 50 രൂപയ്ക്ക് കടല വാങ്ങും. 50 റുപ്യ കച്ചവടം ചെയ്തിട്ട് കിട്ടും. 100 റുപ്യ അന്ന് 25 റുപ്യായിരുന്നു ഷാർജ ഷെയ്ക്കിന്. അന്നൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഉണ്ടാക്കിച്ചാൽ മതിയായിരുന്നു. വെറുതെ 25 റുപ്യ കൊടുക്കേണ്ടിയിരുന്നില്ല. എന്താ ചെയ്യാ, എല്ലാത്തിനും ഓരോരോ ടൈമില്ലേ, കളയല്ലേ. ഇനിതാ ഞാൻ ഇളക്കാം. നീ ഇളക്കിയാൽ പാതി താഴ്ത്തു പോകും. ഇനി എന്നെ വിളിക്കട്ടോ, അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. തീ കത്തിച്ചിട്ട് റെഡിയാക്കുന്ന സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡും സേമിയുമാണ്. ഞാൻ എടുത്തിട്ടുള്ളത് കുനാഫ ഡോ ഒന്നുമല്ല, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണത് ഉണ്ടല്ലേ, ഐസായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ബ്രെഡാണ്. ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ, ഈ സൈഡ് മഞ്ഞ കളർ, ഇവിടെയൊക്കെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം.
ഇതേപോലെ നമുക്ക് എല്ലാതും കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, ഈ സൈഡൊക്കെ നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കൊരു പാത്രത്തിൽ ഒരു 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ബ്രെഡ് മുക്കാൻ വേണ്ടിയിട്ട് കലക്കിയെടുക്കേണ്ടതാണ്. നമുക്കിതിൽ 1 കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കലക്കുമ്പോൾ ലേശം ലൂസായിട്ട് വേണം കലക്കാൻ കേട്ടോ, കട്ടിയിൽ കലക്കണ്ട. നമ്മളിത് പഞ്ചസാര പാനി ഒഴിച്ചിട്ടാണ് ലാസ്റ്റ് എടുക്കുക, അതുകൊണ്ട് ഞാനിതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. എന്താ ഇതേപോലെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കുക കേട്ടോ, കണ്ടില്ലേ. ഈ കട്ടിക്ക് വേണം കലക്കാൻ. ഇനി നമുക്ക് നമ്മൾ സൈഡൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് എടുത്തിട്ട് ഈ ക്രീം അതിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. കുറച്ച് മുസല്ല ഇട്ട് കൊടുക്കുക. മുസല്ല ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇനി ഒരെണ്ണം എടുത്തിട്ട് ഇതാ ഇങ്ങനെ വെച്ച് നല്ല അമർത്തി കൊടുക്കുക. ഇതേപോലെ നമുക്ക് എല്ലാതും റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാതും ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 12 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രം അടുപ്പത്തേക്കാം. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2-3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യ് ഒന്ന് ചെറിയ തീയിലിരുന്നൊന്ന് ചൂടാവട്ടെ. ആ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ബ്രെഡ് എടുത്തിട്ട് ഇതിലൊന്ന് നമുക്ക് ഈ മൈദപ്പൊടി കലക്കി വെച്ചതിലൊന്ന് മുക്കി കൊടുക്കാം. മുക്കിയിട്ട് നമുക്ക് അതേപോലെ തന്നെ ഈ സേമിയയിൽ നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം, കണ്ടില്ലേ. ഇനി നമുക്ക് ഈ നെയ്യ് ചൂടായ ചട്ടിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ചെറിയ ചൂടിലേ വെക്കാവേ. ഇപ്പം നമുക്കിതിൽ 2 എണ്ണം വെക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി ഒരു സൈഡ് ബ്രൗൺ കളറായി വരട്ടെട്ടോ, എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതും അതേപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ വശത്തും കൂടി ഈ കളറായി വരട്ടെ. ഇപ്പം ഈ കളറായാൽ മതിയേ. ഇനി നമുക്ക് വെറുതെ സൈഡൊക്കെ ഒന്ന് വെച്ച് ചൂടാക്കിയെടുക്കാം. ഇതേപോലെ അങ്ങനെ നമ്മൾ 4 സൈഡും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം. ഇനി നമുക്കിതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച പഞ്ചസാര പാനി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, അയ്യോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ നിന്റെ കുനാഫ, കഴിച്ചു നോക്കട്ടെ. ചീസ് കേട്ടോ. രസമുണ്ടോ? നീ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടാ. അങ്ങനെ എല്ലാതും റെഡിയാക്കൽ കഴിഞ്ഞാൽ 2 എണ്ണം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് തിന്നൽ കഴിഞ്ഞിട്ടോ മക്കളെ. അങ്ങനെ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള കുനാമ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇവ 2 എണ്ണം തിന്നി കഴിഞ്ഞു. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇപ്പോൾ വെക്കേഷൻ സമയമല്ലേ, എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.